കേരള കയർത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വിവിധ സഹായങ്ങളുടെ വിതരണം നടന്നു. ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. കേരള കയർത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചേർത്തല സബ് ഓഫീസിന്റെ പരിധിയിലുള്ളതും 2024 ഡിസംബർ മാസം വരെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള തൊഴിലാളികൾക്കാണ് സഹായങ്ങൾ നൽകിയത്. വിവാഹം, അപകടമരണം, ചികിത്സ, സ്ഥിരാസ്വാധീനം തുടങ്ങിയ ധനസഹായങ്ങളാണ് വിതരണം ചെയ്തത്. സർക്കാർ സ്പെഷ്യൽ ഗ്രാന്റായി അനുവദിച്ച 53 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിയാണ് ധനസഹായം നൽകിയത്. ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ ബോർഡ് അംഗം NR ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ M മഞ്ജു സ്വാഗതവും സബ് ഓഫീസർ AP പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു. കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹരരത്നം നിങ്ങൾ തന്നെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. കയർത്തൊഴിലാളി ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളാരും ഇല്ല. പ്രത്യേകിച്ച് നമ്മുടെ ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിലെല്ലാം അങ്ങനെ തന്നെയാണ്. കാര്യം നിങ്ങളുടെ ഒരു ബലമാണ് നമ്മളുടേതായിട്ടുള്ള ഓരോ സംരംഭത്തിനും, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും കയർത്തൊഴിലാളികളുടെ ഒരു സേവനം തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇന്നിപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്ഷേമനിധിയിലുള്ള അംഗത്വം വളരെ കുറയുകയാണ്. കാരണം ഇവിടെ എല്ലാവരും സൂചിപ്പിക്കുകയുണ്ടായി, അതായത് കയർത്തൊഴിലാളികളുടെ മക്കളടക്കം നമ്മുടെ കേരളത്തിൽ വന്നിട്ടുള്ളതായിട്ടുള്ള മാറ്റം ഇന്ന് വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ ഒരു രോഗം തന്നെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. എല്ലാ വീടുകളിലും വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരുള്ളപ്പോഴത്തേക്കും നമ്മുടെ കൈത്തൊഴിലായിട്ടുള്ള കയർതിരി നമുക്കിന്ന് മക്കളിലേക്ക് വ്യാപിപ്പിക്കുക എന്ന് പറയാനായിട്ട് നമുക്ക് പറയാൻ പോലും പറ്റാത്തതായിട്ടുള്ള ഒരു സാഹചര്യമാണ്. കാരണം കുട്ടികളെല്ലാം പഠിച്ചു വലുതായി നല്ല നിലയിലെല്ലാം ആയിക്കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ എന്നത്തേക്ക് നിങ്ങൾ വരണം എന്ന് നമുക്ക് ശ്രമിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയല്ലായിരുന്നു. കയർതിരുത്തമില്ലാത്തതായിട്ടുള്ള ഒരു വീടുകളും നമ്മുടെ ഈ ചേർത്തല താലൂക്കിലില്ലായിരുന്നു. പക്ഷേ ഇന്നും നമ്മൾക്ക് കുറച്ച് വീടുകളെല്ലാം ഉണ്ട് എങ്കിൽ തന്നെയും വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് അവർ ഓരോരുത്തർ. സൊസൈറ്റിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതായിട്ടുള്ള സാമ്പത്തികം വളരെ കുറവാണ്. ഏകദേശം 100 മണി പിടിച്ചു കഴിഞ്ഞാൽ 240 രൂപയുടെ അടുത്താണ് നമുക്ക്